إن الحمد لله نحمده ونستعينه ونستهديه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح الأمة وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين صلوات الله وسلامه عليه وعلى آله وصحبه ومن اهتدى بهديه واستنى بسنته إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്കും നിരോധങ്ങൾക്കും വിധേയരായി മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളായ ഇബാദുകളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മുസ്ലിങ്ങൾ പരസ്പരം പാലിക്കേണ്ട കടമകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ 2-3 ഖുത്ബകളിൽ നാം ഇവിടെ സംസാരിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ് ഇയാദത്തുൽ മരീം, രോഗിയെ സന്ദർശിക്കുക. മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, മുസ്ലിങ്ങൾ പരസ്പരമുള്ള കടമകൾ 6 എന്ന് പറഞ്ഞ് എണ്ണിയതിൽ ഒരു കടമയാണ് വഇദാ മരിള ഫഉദ്ഹു, അവൻ രോഗിയായാൽ നീ അവനെ സന്ദർശിക്കുക. അപ്രകാരം തന്നെ മുത്തഫഖുൻ അലൈഹിയായ മറ്റൊരു ഹദീസിൽ ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ എന്ന് വന്നതായി കാണാം. ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടതാണ്. ആ ഹദീസിലും ഇയാദത്തുൽ മരീം, രോഗിയെ സന്ദർശിക്കുക എന്ന കാര്യം എണ്ണിയിട്ടുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ല തന്റെ സഹീഹിൽ കൊടുത്ത അധ്യായത്തിന്റെ പേര് തന്നെ ബാബു വുജൂബി ഇയാദത്തിൽ മരീം എന്നാണ്. സഹീഹുൽ ബുഖാരി, രോഗിയെ സന്ദർശിക്കൽ നിർബന്ധമാകുന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. രോഗിയെ സന്ദർശിക്കൽ അനിവാര്യമാണ്. അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഈ ഹദീസുകളൊക്കെ വന്നുകൊടുത്ത് അദ്ദേഹം കൊടുത്ത ഒരു അധ്യായത്തിന്റെ പേര് തന്നെ അതാണ്, ബാബു വുജൂബി ഇയാദത്തിൽ മരീം. അപ്രകാരം തന്നെ ഇമാം മുസ്ലിം റഹിമഹുല്ല തന്റെ സഹീഹിൽ ഒരു അധ്യായം കൊടുത്തിട്ടുണ്ട്.
അതിന്റെ പേര് ബാബു ഫളി ഇയാദത്തിൽ മരീദ് എന്നാണ്. രോഗിയെ സന്ദർശിക്കുന്നതിന്റെ ശ്രേഷ്ഠതയെ വിവരിക്കുന്ന അധ്യായം. അപ്പോ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന രണ്ട് ഗ്രന്ഥങ്ങളാണ് സഹീഹുൽ ബുഖാരിയും സഹീഹു മുസ്ലിമും. ഇതിൽ രണ്ടിലും ഒരു അധ്യായം തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ടതും ഇമാം മുസ്ലിം റഹിമഹുല്ല തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചതുമായ ഖുദ്സിയായ ഒരു ഹദീസ്, നാളെ പരലോകത്ത് വെച്ച് വിചാരണ വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യം. പലതും അല്ലാഹു ചോദിക്കും, അല്ലാഹുവിനെ അറിയാം, എങ്കിലും നമ്മോട് അവിടെ വെച്ച് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ അവൻ പറയും, അതല്ലെങ്കിൽ ചോദിക്കും, യബ്ന ആദം മരിൽതു ഫലം തഉദിനി. അല്ലാഹു ചോദിക്കുകയാണ്, മനുഷ്യ ഞാൻ രോഗിയായി. അല്ലാഹു പറയാണ്, ഫലം തഉദിനി, നീ എന്നെ സന്ദർശിച്ചില്ല. അപ്പൊ മനുഷ്യൻ പറയും, യാ റബ്ബ് കൈഫ അഊദുക വഅൻത റബ്ബുൽ ആലമീൻ, നിന്നെ എങ്ങനെയാണ് ഞാൻ സന്ദർശിക്കുക? നീ എങ്ങനെയാണ് രോഗിയാവുക? നീ ലോകരക്ഷിതാവല്ലേ, നിന്നെ രോഗം പിടികൂടുകയില്ലല്ലോ. ക്ഷീണമോ തളർച്ചയോ ഉറക്കമോ ഒന്നും പിടികൂടാത്ത റബ്ബുൽ ആലമീനായ, ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളെയും സംരക്ഷിക്കുന്ന, ഉറക്കമില്ലാത്ത ക്ഷീണമില്ലാത്ത നീ എങ്ങനെയാണ് നിന്നെ ഞാൻ സന്ദർശിക്കുക എന്ന് മനുഷ്യൻ ചോദിക്കും. അപ്പൊ അല്ലാഹു പറയും, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള ഫലം യഅദുഹു, നീ അറിയുമോ, നിനക്കറിയില്ലേ എന്റെ ഇന്നാലിന്ന അടിമ രോഗിയായി, അവനെ നീ സന്ദർശിച്ചില്ല. അമാ അലിംത അന്നക ലൗ ഉത്തഹു ലവജതനി ഇൻദഹു, നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ എന്നെ അവന്റെ അടുക്കൽ നിനക്ക് കാണാമായിരുന്നു. അള്ളാഹുവിനെ കാണാമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, വിവക്ഷ, എന്റെ പ്രതിഫലം നിനക്കവിടെ കാണാമായിരുന്നു. ഞാൻ നിനക്ക് നൽകുന്ന പ്രതിഫലം, സവാബ് അവിടെ നിനക്ക് കാണാമായിരുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ പ്രതിഫലത്തെ നീ നഷ്ടപ്പെടുത്തി. ഒരു രോഗി, എൻ്റെ ഒരു അടിമ രോഗിയായി, അവനെ നീ സന്ദർശിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് അതിനുവേണ്ടി ഒരുക്കി വെച്ചിരുന്ന പ്രതിഫലം നീ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാണ് അതിന്റെ വിവക്ഷ. രോഗിയെ സന്ദർശിക്കൽ മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമയായിട്ടാണ് നാം ഒന്ന് രണ്ട് ഹദീസുകൾ ഇവിടെ കഴിഞ്ഞ ഖുതുബകളിൽ നിങ്ങൾ കേട്ട ഹദീസുകളിൽ എണ്ണിയത്. അപ്പൊ മുസ്ലിങ്ങളെയാണ് രോഗിയായാൽ സന്ദർശിക്കേണ്ടത് എന്നാണ് ആ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നാൽ മറ്റ് ചില ഹദീസുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം അടിസ്ഥാനമാക്കി നാം പരിശോധിക്കുമ്പോൾ അമുസ്ലിങ്ങളായ അയൽവാസികളെയും നമുക്ക് സുഹൃബന്ധം, അതല്ലെങ്കിൽ വ്യാപാരത്തിലോ മറ്റു നിലയിലോ ഒക്കെ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ, ആദർശബന്ധമല്ല, ഉണ്ടെങ്കിൽ അവരെയും രോഗിയാകുമ്പോൾ നമുക്ക് ഗുണകരമാണെങ്കിൽ സന്ദർശിക്കാം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖിദ്മത്ത് ചെയ്തു കൊടുത്തിരുന്ന ഒരു ജൂതനായ ഒരു കുട്ടിയുണ്ടായിരുന്നു. കുട്ടിയല്ല, അല്പം ഒരു യുവാവ്. ആ കുട്ടി രോഗിയായി. ആ സമയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ആ കുട്ടിയെ സന്ദർശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ അടുത്ത് ചെന്നിരുന്നു, തലയുടെ ഭാഗത്തിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മോനെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കും. കുട്ടിയുടെ അടുത്ത് കുട്ടിയുടെ പിതാവുണ്ടായിരുന്നു. കുട്ടി പിതാവിനെ നോക്കി. പിതാവ് ജൂതനാണെങ്കിലും ബുദ്ധിമാനായിരുന്നു, യാഥാർത്ഥ്യ ബോധമുണ്ടായിരുന്നു. ഹക്ക് എന്താണ് എന്ന് ജൂതൻ അറിയാമായിരുന്നു. ജൂതൻ കുട്ടിയോട് പറഞ്ഞു, അത്യ അബുൽ ഖാസിം, അബുൽ ഖാസിമിനെ അനുസരിച്ചോ. അബുൽ ഖാസിം എന്ന് പറഞ്ഞ എല്ലാവരും ജൂതന്മാരും എല്ലാവരും റസൂലുള്ളാഹിനെ വിളിച്ചിരുന്ന ഒരു ഓമന പേരാണ്. അപ്പൊ കുട്ടിയുടെ പിതാവ് പറഞ്ഞു, അത്യ അബുൽ ഖാസിം, നീ അബുൽ ഖാസിമിന് വഴിപ്പെട്ടോ. അബുൽ ഖാസിം പറഞ്ഞു ചെയ്തോ. കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചു, മുസ്ലിമായി ഉടനെ മരണപ്പെടുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ സന്തോഷമായി. അങ്ങനെ പറഞ്ഞു, അൽഹംദുലില്ലാഹി അല്ലദീ അൻഖദഹു മിനന്നാർ, ആ കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, അമുസ്ലിങ്ങളായ ആളുകളെയും നാം അവർ രോഗിയായാൽ സന്ദർശിക്കണം. പക്ഷേ നാം ആദ്യം ചെയ്യേണ്ടത് റസൂലുള്ള ചെയ്ത ആ പ്രവൃത്തിയാണ്. അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുക, അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കുക, നമുക്ക് അപകടമൊന്നും പറ്റിയില്ലെങ്കിൽ. കാരണം വളരെ ഒരു ശ്രമകരമായ പ്രവൃത്തിയാണ് അത്. എങ്കിലും അത് നമ്മൾക്കൊരു ബാധ്യതയായ കാര്യമാണ്. കഴിയുന്ന ഒരു കാര്യമായിട്ട് നമ്മളതിനെ ഒഴിവാക്കിയാൽ നാം കുറ്റക്കാരുമാവും. ഇനി ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രോഗികളെ സന്ദർശിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളുണ്ട്, ആദാബുകളുണ്ട്. ഒന്നാമതായി ഇഖ്ലാസ് തന്നെ. അള്ളാഹുവിന്റെ വജ്ഹിനെ ഉദ്ദേശിച്ചായിരിക്കണം നാം രോഗിയെ സന്ദർശിക്കേണ്ടത്. ഇത് അള്ളാഹുവും റസൂലും നമ്മോട് നിർദ്ദേശിച്ച ഒരു സുന്നത്താണ് എന്ന ഉദ്ദേശത്തിലായിരിക്കണം രോഗിയെ സന്ദർശിക്കേണ്ടത്. അതല്ലാതെ ആളെ ബോധിപ്പിക്കാൻ, ഞാനിപ്പോൾ അവിടെ ഒന്ന് ചെന്നില്ലെങ്കിൽ എന്തായിരിക്കും, ജനങ്ങളെന്ത് പറയും എന്നുള്ള ആ റിയാഇന് വേണ്ടി, ലോകമാന്യത്തിന് വേണ്ടി പോകലല്ല. അങ്ങനെ പോയാൽ നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെടും. രണ്ടാമതായി രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ ചെന്ന് കുറെ വാചകമൊക്കെ അടിച്ച് കൂടിയവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് അവിടുന്ന് വല്ല ചായയെ മറ്റെന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോരുക, അതല്ല ചെയ്യേണ്ടത്. രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ധാരാളം പ്രാർത്ഥനകൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ചിലത് മാത്രം പറയാം. ലാ ബഅസ തുഹൂറിൻ ഇൻഷാ അല്ലാഹ്, അതൊരു പ്രാർത്ഥനയാണ്. സാരമില്ല, ഒക്കെ മാറിക്കോളും അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നാണ് ഇപ്പോൾ ഇതിന്റെ ചുരുക്കം, പച്ച മലയാളം പറഞ്ഞാൽ. മറ്റൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇശ്ഫി അന്ത ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. നല്ല പ്രാർത്ഥനയാണ്, നമ്മളെല്ലാവരും ചെല്ലാറുള്ളതാണ്. അത് നമുക്ക് രോഗം വന്നാലും ചെല്ലാം, രോഗിയെ സന്ദർശിക്കുമ്പോഴും ചെല്ലാം. ഒരാള് സുഖമില്ല പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോഴും ചെല്ലാം. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അന്ത ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. നിങ്ങൾ ധാരാളം കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതേ പ്രകാരം മറ്റൊരു പ്രാർത്ഥനയാണ് അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക്. രോഗിയോട് പറയേണ്ടതാണ്, മഹാനായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു, അർശിന്റെ ഉടമസ്ഥനായ, മഹത്തായ അർശിന്റെ ഉടമസ്ഥനായ മഹാനായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു, അവൻ നിനക്ക് ശമനം നൽകട്ടെ. അതേ പ്രകാരം തന്നെ അല്ലാഹുമ്മ റബ്ബന്നാസ്, നേരത്തെ പറഞ്ഞത്, മനുഷ്യരുടെ രക്ഷിതാവായ അള്ളാഹുവെ അദ്ഹീബിൽ ബഅസ്, ഈ ബുദ്ധിമുട്ടിനെ നീ അകറ്റി. ഇശ്ഫി അന്ത ഷാഫി, നീയാണ് ഷാഫി, ശമനം നൽകുന്നവൻ, അതുകൊണ്ട് നീ ശിഫയാക്ക്, ശമനം നൽകി.
ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. പിന്നൊരു രോഗം വരാത്ത രൂപത്തിലുള്ള ഒരു ശരിയായ പരിപൂർണമായ ഒരു ശിഫ നൽകണം എന്ന് പ്രാർത്ഥിക്കാം. ഇത്തരം പ്രാർത്ഥനകളാണ് നാം അവിടെ ചെയ്യേണ്ടത്. നാലാമതായി, രോഗം പിടിപെട്ട ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ചെന്ന് സന്ദർശിക്കണം. അറിഞ്ഞിട്ട് നമ്മളതിങ്ങനെ സാവകാശം പോകാ എന്ന് പറഞ്ഞ് പിന്നക്കാക്കരുത്. നമുക്ക് ഒഴിവുണ്ടെങ്കിൽ അവിടെ പോയി ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ അവിടെ ചെന്ന് സന്ദർശിക്കണം. അപ്രകാരം തന്നെ സന്ദർശനത്തിന് അനുയോജ്യമായ സമയം കണ്ടെത്തണം. രോഗി ഉറങ്ങുന്ന സമയത്തോ അതല്ലെങ്കിൽ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിലോ സന്ദർശിക്കാൻ പാടില്ല. അത് കരണീയമല്ല. അതേപ്രകാരം തന്നെ അവിടെ അധികം നേരം ഇരുന്ന് ആ വീട്ടുകാർക്കോ രോഗിക്കോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ സംസാരിക്കുക, അധികം നേരം അവിടെ ദീർഘിപ്പിക്കുക, ആ വീട്ടുകാർക്കൊന്നും അവരുടേതായ കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്ത രൂപത്തിൽ കുറേ സമയം അവിടെ ഇരിക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ രോഗിക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് നാം അവിടെ സംസാരിക്കേണ്ടത്. അവന്റെ ഇഹപര നേട്ടത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങളാണ് നാം സംസാരിക്കേണ്ടത്. അപ്രകാരം തന്നെ രോഗിയെ സന്ദർശിക്കുന്ന കാര്യത്തിൽ പണക്കാരനെയും പാവപ്പെട്ടവനെയും വേർതിരിക്കാൻ പാടില്ല. അവർക്കിടയിൽ ഒരു വേർതിരിവ് കാണിക്കാം. ഇത് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് നാം ചെയ്യുന്നതാണ്, ഒരു ഇബാദത്താണ്. അപ്പൊ അതില് പണക്കാരൻ അതല്ലെങ്കിൽ പാവപ്പെട്ടവൻ എന്നൊന്നുമില്ല. കുടുംബങ്ങൾക്ക് പ്രാധാന്യം നൽകണം, അയൽവാസികൾക്കും പ്രാധാന്യം നൽകണം, മുൻഗണന നൽകണം. അതേപ്രകാരം തന്നെ രോഗിയോട് ക്ഷമയെ സംബന്ധിച്ചും അതിന്റെ പ്രതിഫലത്തെ സംബന്ധിച്ചും പറഞ്ഞു കൊടുക്കണം. ഈ രോഗത്തിൽ നീ ക്ഷമിച്ചാൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം മഹത്തായതാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തണം. അവൻ മറന്നു മൗത്തിലാണെങ്കിൽ, മരണം സംഭവിക്കാൻ സാധ്യതയുള്ള രോഗമാണ് അവന് പിടിപെട്ടിട്ടുള്ളതെങ്കിൽ അവനെ തൗബ ചെയ്യാൻ പ്രേരിപ്പിക്കണം. അതേപ്രകാരം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ പറയണം. നമ്മളും അവന്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിക്കണം. എന്തെങ്കിലുമൊക്കെ അവരിൽ നിന്ന് പറ്റി നമ്മൾ അവിവേകം നമുക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം. അത് അവനോട് പറയും വേണം. അതായത് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്, പലതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ നിന്ന് വന്നതൊക്കെ എൻ്റെ നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു, എനിക്ക് വേണ്ടി നീയും പൊരുത്തപ്പെടണം എന്ന് ഒക്കെ അവനോട് നല്ല പറയുക. അവന് ബുദ്ധിമുട്ടുള്ള രൂപത്തിലൊന്നും സംസാരിക്കരുത്. ഇത്തരുണത്തിൽ നാം ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രോഗം അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, അതൊരു മഹത്തായ അനുഗ്രഹവുമാണ്. കാരണം നല്ല ആരോഗ്യമുള്ള സന്ദർഭത്തിലാണ് മനുഷ്യനെ ഹൃദയരോഗങ്ങളൊക്കെ പിടികൂടുക. ഹൃദയരോഗങ്ങൾ എന്ന് പറഞ്ഞാൽ കിബിർ അഹങ്കാരം, ഉജ്ബ് ഉൾനാട്യം, ഹസദ് അസൂയ, ഇങ്ങനെയൊക്കെയുള്ള കുനിട്ട് പൂര് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിഖ്ദ്, അതേപ്രകാരം ബുഗ്ള് വെറുപ്പ്, ഇതൊക്കെ ഹൃദയരോഗങ്ങളാണ്. അത് നല്ല ആരോഗ്യമുള്ള സമയത്താണ് ഇത്തരം രോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ മനുഷ്യനെ പിടികൂടുക. രോഗിയാവുമ്പോൾ അവനൊന്ന് തളരും. അപ്പോ അവന്റെ മനസ്സ് എന്ത് ചെയ്യും? മനസ്സ് വളരെ ക്ലിയർ ആയിരിക്കും മിക്ക ആളുകൾക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നത്, ലൗലാ മിഹനു ദുനിയാ വ മസായിബുഹാ ലഅസാബൽ അബ്ദ മിൻ അദ്വാഇൽ കിബ്രി വൽ ഉജ്ബി വൽ ഫർആന വ ഖസ്വത്തിൽ ഖൽബ്.
ഈ ലോകത്തുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്യും? പല രോഗങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഹൃദയ രോഗങ്ങൾ പിടികൂടും. കിബിർ, ഉജ്ബ്, ഫർഅനത്ത്. ഫർഅനത്ത് എന്ന് പറഞ്ഞ ഫിർഔനുണ്ടായിരുന്ന ആ ജാതി അഹങ്കാരം, അതാണ് ഫർഅനത്ത്, അങ്ങേയറ്റത്തെ അഹങ്കാരം. ഖസ്വത്തുൽ ഖൽബ്, ഹൃദയ കാഠിന്യം, ഇതൊക്കെ അവനെ പിടികൂടും. അതൊക്കെ അവന്റെ നാശത്തിനുള്ള കാരണമാണ്. ആജിലൻ വ ആജിലൻ, ഇവിടെ ഈ ലോകത്തും പരലോകത്തും അവന് നാശം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ആയതുകൊണ്ട് ഫമിൻ റഹ്മത്തി അർഹമിർ റാഹിമീൻ, അർഹമുർ റാഹിമീനായ റബ്ബിന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് അൻ യതഫഖദഹു ഫിൽ അഹ്യാൻ. ചിലപ്പോ ഈ ആളുടെ മനുഷ്യനെ പിടികൂടുക, മനുഷ്യനെ പരീക്ഷിക്കുക. ബി അൻവാഇ മിൻ അദ്വിയത്തിൽ മസായിബ്, ചില മുസീബത്തുകളായ മരുന്ന് കൊണ്ട് അള്ളാഹു അവനെ പരീക്ഷിക്കും. അതെന്തിനാണ്? തകൂനു ഹിംയതൻ ലഹു, അത് അവനൊരു രക്ഷാകവചമായിരിക്കും, ഒരു കാവലായിരിക്കും. മിൻ ഹാദിയിൽ അദ്വ, നേരത്തെ പറഞ്ഞ കിബ്ർ, ഉജ്ബ്, ഫർഅനത്ത്, ഖസ്വത്തുൽ ഖൽബ് പോലത്തെ രോഗങ്ങളിൽ നിന്നൊക്കെ അവനൊരു രക്ഷാകവചമായിട്ട്, ഒരു സംരക്ഷണമായിട്ട് അള്ളാഹു ഇത്തരം ചില മുസീബത്തുകളായ രോഗങ്ങളോ മുസീബത്തൊക്കെ ആയിട്ടുള്ള മരുന്ന് നൽകുന്നു. അതൊരു മരുന്നായിട്ടാണ് സാദുൽ മആദിനിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രോഗം വരുമ്പോൾ നാം ക്ഷമ കൈക്കൊള്ളണം. ജസഅ ഉണ്ടാവാൻ പാടില്ല, സബറാണ് ഉണ്ടാവേണ്ടത്. അക്ഷമ കാണിക്കാൻ പാടില്ല. ഓ എനിക്കിതാ ഒന്നുണ്ടായി, ഇപ്പം അതാണ് മാറിയിട്ടുള്ളൂ, അപ്പോഴേക്ക് പിന്നെയും വന്നു എന്നൊക്കെ പറഞ്ഞ് ക്ഷമിക്കാതെ അക്ഷമ കാണിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് പ്രതിഫലമുള്ള ക്ഷമ രോഗം വരുന്ന സമയത്തുള്ള ക്ഷമയാണ്. അൽഹംദുലില്ലാ എനിക്ക് ഇത്രയല്ലേ വന്നുള്ളൂ, എന്നേക്കാൾ എത്രയോ ബുദ്ധിമുട്ടുള്ള അസുഖങ്ങൾ ബാധിച്ച് പിടിപെട്ട് കഴിയുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ക്ഷമിക്കാം. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ഒട്ടും നിരാശരാവാതിരിക്കാം. ഇതൊന്നും ഇനി മാറൂല, അതല്ലെങ്കിൽ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ നന്ദില്ലാത്ത വാക്കുകൾ പറയുക. അള്ളാഹുവിനോട് നമ്മൾ പറയേണ്ടതാണ്, റബ്ബേ എനിക്ക് ജീവിതം ഖൈറാണെങ്കിൽ എൻ്റെ അസുഖം ഭേദമാക്കി എന്നെ ആരോഗ്യവാനാക്കി നീ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കാം. അതല്ല ഈ രോഗത്തിൽ നീ എനിക്ക് മരണമാണ് ഖൈറായിട്ട് നന്മയായിട്ട് നീ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ എന്നെ ഈമാനോടുകൂടി തൗഹീദോടുകൂടി മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നല്ലാതെ എൻ്റെ തിഞ്ഞി മാറൂല, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ചിലർ വളരെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന രിദ്ദത്തിലേക്ക് നയിക്കുന്ന വാചകങ്ങളൊക്കെ പറയും. അത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ആ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. അതായത് മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമകളിൽ പ്രധാനപ്പെട്ട ഒരു കടമയാണ് മുസ്ലിം സഹോദരൻ രോഗിയായാൽ അവനെ സന്ദർശിക്കുക. രോഗിയെ സന്ദർശിക്കുന്ന കാര്യത്തിൽ നന്മയുണ്ടെങ്കിൽ, ഫലപ്രദമാണെങ്കിൽ അമുസ്ലിങ്ങളായ വ്യക്തികളെയും സന്ദർശിക്കാവുന്നതാണ്. അതിനുള്ള പ്രവാചക മാതൃകയും നാം മനസ്സിലാക്കി കഴിഞ്ഞു. ആകയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാഹിറും ബാത്തിനുമായ, അതായത് പ്രത്യക്ഷവും പരോക്ഷവുമായ രോഗങ്ങളിൽ നിന്ന് നമുക്കെല്ലാം മോചനം നൽകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഗുരുതരമായ രോഗങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ രോഗം സുഖപ്പെടുത്തി പരിപൂർണമായ ശമനം അല്ലാഹു നൽകട്ടെ. അഖൂലു ഹാദൽ ഖൗൽ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد وأشهد أن لا إله إلا الله وحده لا شريك له إرغاما لمن جحد به وكفر وأشهد أن محمدا عبده ورسوله أرسله على فترة من الرسل وضلال من الناس وذنوب من الساعة وقرب من الأجل صلى الله عليه وعلى آله وصحبه ما اتصلت عين بنظر وأذن بخبر وسلم تسليما كثيرا. أيها الإخوة والأخوات اتقوا الله حق تقواه وراقبوه مراقبة من يعلم أنه يسمع ويرى. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുസ്ലിങ്ങൾ ഏകോദര സഹോദരന്മാരാണ്. അവർ തമ്മിലുള്ള കടമകളും അപ്രകാരം തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കടമയാണ് മുസ്ലിമായ സഹോദരൻ രോഗിയായാൽ അവനെ സന്ദർശിക്കുക എന്നത്. അതിൽ നമ്മൾ ഉപേക്ഷ വരുത്തരുത്. ആദ്യകാലങ്ങളിലെല്ലാം അത്തരം കാര്യങ്ങളിൽ നാം ശുഷ്കാന്തി കാണിച്ചിരുന്നു. ഇന്ന് അത് ഹോസ്പിറ്റലിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി മുഖം കാണിച്ചു പോരുന്ന സുന്നത്ത് പ്രകാരമുള്ള ഒരു സന്ദർശനം അല്ല ഇന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും നമ്മെ പഠിപ്പിച്ച രൂപത്തിലുള്ള സന്ദർശനമാക്കി മാറ്റാൻ നാം ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك أعداء الدين. اللهم شتت شملهم وفرق جمعهم وأقلل عددهم وزلزل أقدامهم واجعل الخلاف بينهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اشف أمراضنا وأمراض مرضانا وأمراض من أوصانا بالدعاء يا شافي الأمراض. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا إنك أنت الغفور الرحيم. اذكروا الله العظيم يذكركم واشكروه على نعمه يزدكم وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون.